നമ്മൾ എവിടെയാണ് ഇപ്പോൾ? വ്ളോഗാണോ? നമ്മൾ ചൈന ടൗണിൽ വന്നു. അമിത വന്നിട്ടുണ്ടോ ചൈന ടൗൺ? എന്റെ ഫസ്റ്റ് ടൈം ആണിത്. ഇത്ര നാൾ ഇവിടെ ജീവിച്ചിട്ടു. ആൻമരി വന്നിട്ടുണ്ടോ? ചൈന ടൗൺ കാണാൻ വന്നു. അപ്പൊ ഞങ്ങൾ ബബിൾ ടീ വാങ്ങിച്ചപ്പോ അത് അലിനേജിയുടെ തൊണ്ടേ കുരുങ്ങി. ഇനിയും ബാക്കി കഥ അലിനേജ് പറയും. ഗൈസ്, എന്റെ തൊണ്ടയില് ബബിൾ ടീയില് ബബിൾ കുടി. എനിക്ക് ചാവാൻ കിടന്നപ്പോ എൽസാമേരി എൽസാമേരി ബസ് നോക്കാൻ പോയി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഈ കുട്ടി പാവം കാല് വയ്യാതെ ഇവിടെ ചാവാനിരിക്കുന്ന ആൻമരിയ എനിക്ക് വെള്ളം വാങ്ങിക്കൊണ്ടുവന്നു. കൈ അമിതയ്ക്ക് എന്താ പറയാനുള്ളത്? ഇൻസിഡന്റ് അറിഞ്ഞോ നീ? അത് ഞാൻ വാങ്ങിയ ഫ്രൂട്ട് ടീ ആയിരുന്നു. അതെ, പക്ഷെ ലെമൺ ഓറഞ്ച് കണ്ടപ്പോ അവള് ബസ് നോക്കാൻ പോയി. എന്നിട്ട് ആൻമരിയ ചാവാനിരിക്കുന്ന ആൻമരിയ അവൾക്ക് വെള്ളം വാങ്ങിക്കൊടുത്തു. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത്രയും ഞാനിത് അറിഞ്ഞില്ല. തൊണ്ട കുരുങ്ങിന്ന് പറഞ്ഞ ആരെയും കളിക്കും. ഇവള് തൊണ്ട കുരുങ്ങിന്ന് പറഞ്ഞിരുന്നു ചിരിക്കുവായിരുന്നു. വയ്യാത്ത ആ കുട്ടിയാണ് ഇവള് തൊണ്ട കുരുങ്ങിന്ന് പറഞ്ഞ് ചിരിക്കുവായിരുന്നു. ആക്സിഡന്റ് പറ്റി ബെഡ് റെസ്റ്റ് ഇവിടെ കുടുങ്ങി കിടക്കാണ്. ബസ്സില്ല ഗൈസ്. ഞങ്ങൾക്ക് 9:55 ബസ് കിട്ടുമെന്നാണ് ട്രാക്കർ പറഞ്ഞത്. അല്ലടി, അത് അങ്ങോട്ടാ. ബസ്സില്ല. I don't know what we do. ഒരു ഊബർ വിളിക്കട്ടെ? ഊബറിന് എത്ര നോക്കി? നമുക്കൊരു ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ്? ഒന്നുമില്ല. ടയേർഡായി. തൊണ്ടേ കുടുങ്ങിയതിന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ഇഞ്ചറി ചെയ്യുന്നു, ഒന്ന് വേദനിക്കുന്നു തൊണ്ട. CTCC കാർഡിയാക്ക് മാത്രമല്ല, തൊറാസിക് ഞങ്ങൾക്ക് ശ്വാസകോശപരമായ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. തൊണ്ട പൊട്ടി. ഒരു പ്രഷർ അങ്ങ് വരുമായിരുന്നു ബബിളിങ്ങനെ. മെഡിക്കൽ നഴ്സായ അമിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തൊണ്ടയിൽ കുരുങ്ങിയ സാധനം നമ്മൾ എങ്ങനെ? എനിക്കറിയാം തൊണ്ടയിൽ കുരുങ്ങിയത്. ഇങ്ങനെ അബ്ഡോമിനൽ ത്രസ്റ്റും കൊടുക്കും നമ്മൾ. അതുപോലെ തന്നെ ചെസ്റ്റിന് നമ്മൾ. ഞാൻ അങ്ങനെ എന്റെ ഒരു പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. കഴിച്ചു. ഞാൻ അങ്ങനെ ഒരു പേഷ്യന്റിനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരത്തെ സീരിയസ് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരാൾ പറയുക അവൻ കൊള്ളാന്ന്. ഇതൊക്കെയാണോ ഗൈസ്? ഞങ്ങളൊരു ചൈന ടൗണിലാണ്. കോഴിയല്ല, കോഴിക്കടയുടെ ഓണർ. ഞങ്ങൾ ഈ പാതിരാത്രിയിൽ എന്ത് ചെയ്യും അറിയില്ല. ഒരു പാട്ടായാലും ഞാനല്ല. അൻമരിക്ക് വേദന എങ്ങനെയുണ്ട് ഇപ്പോൾ? മാറിയോ? താങ്കളുടെ ഒബ്സർവേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? അമിത എന്താണ്? സുഖാണോ? സുഖാണോ? ഞാൻ ബസ് ഇവിടെ ബോറ് ദിവസം. നമുക്കൊരു അന്താക്ഷരം. അതെ, ഞാനും പാട്ടുകാരും. ഞാനും എൽസമരി ഉടായ്പകൾ ചെയ്യും. ടീമിൽ പാട്ടിൽ ഏറ്റവും പരിജ്ഞാനം എന്റെ കൂടെ ഗാനകോകിൽ എൽസമേരി ഉള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ട്. ഒറ്റയ്ക്ക് കളിക്കാം. ഒറ്റയ്ക്ക് കളിക്കാം. അയ്യോ, ഇവിടെ കുടിക്കുന്ന സാധനം എന്റെ ഫേവറേറ്റ്. അതെന്താ? അത് കിവി ഇതും കൂടി ഉള്ള ഒരു ബബിൾ ടീ. വിക്ടോറിയ. നമ്മൾ വിക്ടോറിയയിൽ. ഹലോ ഗൈസ്. ഹായ് ഗൈസ്.
ഞങ്ങൾ പഴയ ആൾക്കാർ വീണ്ടും പഴയ സ്ഥലത്ത് അലിനേജിന്ന് മൗനവ്രതമാണ് guys. അല്ല മൗനവ്രതല്ല, ഞങ്ങളിപ്പോ ഒരു ഞങ്ങള് ഫസ്റ്റ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് ഇതേപോലെ തന്നെയായിരുന്നു. അതെ, ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇത് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അതേ സ്ഥലത്ത്, അതേ സ്ഥലത്ത് അതേ സാധനം വാങ്ങിക്കാൻ, അതേ ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കാൻ ഈസ്റ്റാമിൽ പോയിട്ട് ഇന്നും ഫുഡ് കഴിക്കാൻ വേണ്ടിയാ പോയത്. അലിനേജി എന്താ കഴിച്ചിരുന്നത്? ഞാനിന്ന് കിഴി ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. ഞാൻ എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്, പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് ബീഫ് ബിരിയാണി. ഞാനാണെങ്കിൽ പൊതിച്ചോറാണ് ഓർഡർ ചെയ്തത്. പക്ഷെ പൊതിച്ചോറല്ല, പക്ഷെ ഊണ് പ്ലസ് മീൻകറി. പക്ഷെ അവിടെ തീർന്നു പോയി. അതുകൊണ്ട് ഞാനും ബീഫ് കിഴി ബിരിയാണി തന്നെ കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല. അൻവരി എന്താ വാങ്ങിച്ചേ? ഉറക്കം പറയൂ, കേൾക്കുന്നില്ല. ഒന്നും കൂടെ. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഇന്നത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഇന്നത്തെ വെതറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല വെതർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ ഗൈസ്. ഇവിടെ ഒരാൾ വിഷാദ രോഗത്തിൽ വിഷാദയാണ് അവൾ. പറ, ഇന്നെന്താ കഴിച്ചേ? പാൽ പൊറോട്ട. എങ്ങനെയുണ്ടായിരുന്നു? ഇനി ട്രൈ ചെയ്യൂ. നല്ലായിരുന്നു ഇന്നത്തെ. എനിക്കിത് ഏറ്റവും അതായത് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ ഞങ്ങൾ കേക്ക് വാങ്ങി. ഒരു പിസ്താഷ്യോ ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു. അവളുടെ ക്യാപ്ഷനിൽ അതെ, ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ എൽസ കോഴി എന്നാണ് ഇട്ടത്. ഞങ്ങളത് എഴുതാൻ വേണ്ടി കടയിൽ കൊടുത്തപ്പം അവിടുത്തെ ആ എഴുതാൻ നിന്ന ചേച്ചി ഭയങ്കര ചിരിയായിരുന്നു. ആളൊരു തമിഴത്തിയായിരുന്നു. കോളി. ബട്ട് ഞങ്ങള് റിയാലിറ്റിയാണ് ആ കേക്കിൽ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? നമ്മളൊരു അവളെക്കാൾ കൂടുതൽ കാട്ടിക്കൊടികൾ ഞങ്ങളുടെ ടീമിലുണ്ട്. എന്നാലും ലൈക്ക് പച്ചത്തുപോലുള്ള കോഴി. പിന്നെ ഇന്ന് നല്ലൊരു വെതറാണ്. സത്യമായിട്ടും അത്യാവശ്യം നല്ലൊരു വെതറാണ്. നമുക്ക് ഏത് കോസ്റ്റ്യൂമിലും വേണമെങ്കിൽ ഇറങ്ങിക്കാൻ പറ്റുന്ന ഒരു വെതർ അല്ലേ? നമ്മളെപ്പം വരുമ്പോഴും ഇവിടെ ഭയങ്കര തണുപ്പാണ്. നല്ലൊരു വെതറാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ നോക്കി അറിയാം, ഒത്തിരി മനുഷ്യന്മാരില്ല. അത്യാവശ്യം തിരക്ക് കുറവാണ്. സൺഡേ ആയിട്ടും സൺഡേ രാത്രി ആയില്ലേ, അപ്പൊ ഇവരെല്ലാരും ഒന്ന് സെറ്റിൽ ആവും, വീട്ടിലൊക്കെ കയറും. ബിക്കോസ് നാളെ അവർക്കെല്ലാം നാളെ ഡ്യൂട്ടിക്ക് പോകണം. നാളെ അവർ തേരാപ്പാരയാണ്. കോഴികൾ കോഴിക്കുട്ടി. ഓക്കെ, എൽസ എന്തുണ്ട് ഇന്ന്? ചേട്ടനെ കണ്ടേ? ഇന്ന് എൽസയുടെ ചേട്ടമ്മയുടെ ചേട്ടനെ മീറ്റ് ചെയ്തു. ആദ്യമായിട്ടാണോ മീറ്റ് ചെയ്തത്? അല്ല, കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ്. ഒരു ടൈപ്പ് ചേട്ടനാണ്. പോലെ തന്നെ വൈബാണ്. നല്ല ബ്രദർലി ഫീലിംഗ് ആണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ടതായി തോന്നിയില്ല. ചേട്ടനാണെങ്കിൽ ഞങ്ങളെ കംഫർട്ട് ആക്കി. അത് ഒരു സത്യമാണ്. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ പോലെ അതല്ല നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു കംഫർട്ടബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്തെ അറിയാവുന്ന ഒരാളോട് സംസാരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ how you feeling today after you meet your brother? നല്ല അതിന്റെ സാഡ് ലൈഫിലാണ് ചേട്ടനെ ഓ അതിന്റെ ഒരു ഇത്. പക്ഷേ നോക്ക്, നമ്മുടെ ഇവിടെ ഒരു പറ എങ്ങനെ പോകുന്നു അമിതയുടെ ലൈഫ്? എന്റെ ലൈഫ് അടിപൊളിയാണ്. കളർഫുൾ ലൈഫാണ്. ഇന്ന് അമിത ഓക്സ്ഫോർഡിലേക്ക് വരുവാ. എവിടെന്നാ? ഈലിംഗ് ബ്രോഡ്വേന്ന് ഓക്സ്ഫോർഡിലേക്ക്. ഞങ്ങൾ എല്ലാരും ഇന്ന് ഒരുമിച്ച് അതിന്റെ ബ്ലോഗ്. പക്ഷെ എന്റെ പ്രശ്നം, ഞാൻ ഈ ഫോണിൽ ഇരുണ്ടിരിക്കുന്നു. നോക്കാം, എന്നാ നീ ഫോൺ പിടിക്കും. ഇങ്ങനെ പിടി, ഇങ്ങനെ പിടി. എല്ലാരും അത് ഈ കാലാവസ്ഥയുടെ എന്നെ കാണത്തില്ല. ബെഡ് അടിച്ചേക്കും എന്റെ മുഖത്ത്. അങ്ങനെ പിടി. അഡ്മേരിയ കണ്ടോ ഗൈസ്, രഹസ്യമായിട്ട് ആരും അറിയാണ്ട് അവള് രഹസ്യമായിട്ട് തന്നെ ഇരുന്ന് വാങ്ങും. ആൻമരി പുതിയ ഹെയർ കട്ട് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയിട്ട്
ആൻമരിക്ക് ആക്സിഡന്റ് പറ്റി. ആൻമരിക്ക് വയ്യ. നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചു കൊടുക്ക് എവിടേക്കാ പൊങ്ങിയെന്ന്. അറ്റ്ലീസ്റ്റ് കാണിക്കാൻ പറ്റുന്ന സ്ഥലത്തല്ല അല്ല, മുട്ടിലും കയ്യിലും കാണിക്കുന്ന കാണിച്ചു കൊടുക്ക്. നാട്ടിൽ പോയതാണ്. സോ സാഡ്. സ്കൂട്ടറിൽ നിന്ന് ഉരുണ്ട് വീണു. ആൻമരി കൂടെ ടുട്ടുമായി സുന്ദരി അവിടെ ഇരിക്കുന്നു, ഒളിഞ്ഞു നോക്കുന്നു, ഞങ്ങളെ ഏറെ കണ്ടിട്ട് നോക്കുന്നു. പിന്നെ വേറെ എന്തുണ്ട്? നല്ല രസം. ഓക്കെ, ഞങ്ങളുടെ ഇതില് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ സംതിങ് ഫിഷി അവളാ തന്നെ അവിടെ പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ മെസ്സേജ് അയക്കാൻ പോകുന്നതാണ്. മുരട്ട സിംഗിളായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവളാണ്. അതായത് വായ്നോട്ടത്തിന് 100% കൊടുക്കുമെങ്കിലും ആരും ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ ഒരു സങ്കടമുണ്ട്. കഴിവില്ല കഴിവ് തെളിയിച്ച ഒരാളുണ്ട് ഇവിടെ. ഞങ്ങള് കൊറേ നാള് കൂടി ലാസ്റ്റ് മാർച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് വിടുന്നത്. അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കുറെ നാൾക്ക് ശേഷം നല്ല കേക്ക് കഴിക്കാൻ പറ്റി. അതിനെല്ലാത്തിനും ബിഗ് താങ്ക് പറയുന്നത് എൽസയോടാണ്. എൽസയുടെ ബർത്ത്ഡേ വിക്ടോറിയ ആൻമരിക്ക് എവിടെ പോണ്ടേ? ആലിയപ്പട്ടിന്റെ കേക്ക് കഴിക്കുന്നത്. ഞാൻ എന്റെ സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ കഴിഞ്ഞ ദിവസം പോയി കഴിച്ചായിരുന്നു. എന്നാലും ഞാൻ ഇവർക്കൊരു താല്പര്യമുള്ളതുകൊണ്ട് ഇവരോടേക്ക് പോവുകയാണ്. എനിക്കങ്ങനെ കേക്ക് കഴിക്കണമെന്നില്ല. ബിക്കോസ് ഓൾറെഡി ഞങ്ങളൊരു കേക്ക് കഴിച്ചു. അത് നല്ല യമ്മി കേക്കായിരുന്നു. എനിക്കിഷ്ടമായി കേട്ടോ. അത്യാവശ്യം നല്ല കേക്കാണ്. പിന്നെ ഇവിടെ അതൊരു വലിയ ചെലവാ. ഓക്കെ, ഇന്ന് ഞങ്ങൾ ഈസ്റ്റാമിന്ന് കഴിച്ച ഫുഡിന് എൽസയാണ്. കാരണം എൽസയുടെ ബർത്ത്ഡേയുടെ ചെലവാണ്. പിന്നെ ഇപ്പത്തെ പുതിയ സിനിമകൾ എന്തൊക്കെ നിങ്ങളായിരിക്കും? ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പടക്കളം. സന്ദീപേട്ടയുടെ സന്ദീപേട്ടനോട് സ്കൂളിൽ പഠിച്ച ആളാണ് ആൻമരിയ. അതെ ലിസ്യു സ്കൂളിൽ. ഓ മൈ ഗുഡ്നസ്, ഇതെനിക്ക് പുതിയ അറിവ്. അതെ, ഞാനാണെങ്കിൽ അവൻ എന്റെ ഇന്റർവ്യൂ കണ്ടു. അപ്പൊ അവൻ പറയുന്നുണ്ട് അവൻ ലിസ്യു സ്കൂളിലാണ് പഠിച്ചത് എന്നൊക്കെ. അയ്യോ, എനിക്ക് ഇത് തള്ളുവല്ല. വെരി ഗുഡ് ആണ്. എനിക്ക് സന്ദീപിനെ കാണുമ്പോ ഒരു യൂട്യൂബറുടെ ഹസ്ബൻഡിന് ഓർമ്മ വരും. തനി മലയാളിയുടെ ഹസ്ബൻഡിന് ഏകദേശം ഒരു ഫെമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പണ്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എപ്പോഴാണ് മറ്റേ ഫാലിമിയിലൊന്നും ഞാൻ അങ്ങനെ ഒരു നിങ്ങൾ ഈ സിനിമ ഉണ്ടോ? DNA എന്ന് പറഞ്ഞ സിനിമ നീ കണ്ടോ? DNA സിനിമ കണ്ടോ? നല്ലൊരു സിനിമ. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാനും എൽസയും കൂടെ അദർബയും നിമിഷ സജയനും കൂടി അഭിനയിച്ചൊരു സിനിമ. നല്ല സിനിമ. ഒരു ഫാമിലി ബേസ്ഡ്. നല്ല ഞാനത് പിന്നെ ഒറ്റയ്ക്ക്. നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. ഒറ്റ മനുഷ്യരില്ല. യൂഷ്വലി എങ്ങനെയാ ഗൈസ്, ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല. സോ ഞങ്ങൾ നടക്കുകയാണ്. രാത്രി ഇപ്പൊ എത്ര മണിയായി? 1:30. അതെ, രാത്രി 1:30 ഹെഡിങ്ടൺ തെരുവുകളിലൂടെ ഞങ്ങൾ പതിയെ പാതിരാത്രി 1:30 ഞങ്ങൾ ഹെഡിങ്ടൺ തെരുവുകളിലൂടെ നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 4 സീറ്റർ ടാക്സി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ത്യജിച്ചു. നന്മമരങ്ങളായ ഞങ്ങൾ ആൻമരിക്ക് വേണ്ടി ത്യജിച്ചു. അമേരിക്ക എന്ത് പറയാൻ? എനിക്ക് നടക്കുന്ന അന്തരീക്ഷം നല്ല തണുപ്പുണ്ട് ഇവിടെ. അതെ, ഓണസ്റ്റ്ലി നല്ല തണുപ്പ്. ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ അത്ര തണുപ്പില്ല. ഉണ്ട്. എനിക്ക് കൈക്ക് മാത്രമേ തണുപ്പ്. എനിക്ക് കൈക്ക് മാത്രമേ തണുപ്പുള്ളൂ. അതെ, ഞങ്ങളിവിടെ രാത്രി നല്ല ചൂടാ. അപ്പൊ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. നല്ല ചൂടായുണ്ട്. ഫാനൊക്കെ ഇട്ടാ ഒരാൾക്ക് വേറെ കാരണം തണുപ്പില്ല. എനിക്ക് പക്ഷെ തണുക്കുന്നില്ല കേട്ടോ. ഫോൺ പിടിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നന്നായിരുന്നു. ഹെഡ്സെറ്റിലൂടെ പോയി നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗവൺമെന്റ് ഗാർഡനിലെത്തട്ടെ. ഗൈസ്, ഇവരെന്നോട് പറയുന്നു അവിടെ സ്റ്റേ ചെയ്യണമെന്ന്. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ക്ലോത്ത്സ്. കുഴപ്പമില്ല ഗൈസ്, ഞാൻ പറഞ്ഞു എന്റെ കൂടെ കാണാം. പക്ഷെ ഇവളത് അംഗീകരിക്കുന്നില്ല. അവളുടെ സൈസും എന്റെ സൈസും ശരിയില്ല.
എനിക്ക് ഓവർ സൈസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നീ എന്താ ഈ പറയുന്നത്? ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പം സ്റ്റിൽ കുറെ. നമുക്ക് ഇന്ന് കുറെ നേരം റീൽസ് ഒക്കെ എടുത്ത് ഓക്കെ, എനിക്കും അത് താല്പര്യമുണ്ട്. ഞാനും പിന്നെ ആദ്യം ഇവള് കേറി കിടന്നുറങ്ങും, എനിക്ക് ഉറപ്പാ. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. ആദ്യം ഉറങ്ങാൻ പോകുന്നത്. ആരും ഞാനോ? വാവ്. നിന്നെ എന്താ വാവുന്നു? നീ എന്താ നീ പോയണ്ടോ? നീ എപ്പോഴും നേരത്തെ ഉറങ്ങും. പണ്ടല്ല, നീ ഇപ്പൊ നീ നേരത്തെ ഉറങ്ങും. എന്റെ റുട്ടീൻസ് ഒക്കെ മാറി ഗൈസ്. സോ Why that? സമൂഹം കാണുന്നത് അവൾ വെളിപ്പെടുത്തട്ടെ. ഞാനത് വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്തട്ടെ. അവൾക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. നമ്മളൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു. ഇന്നൊരു ഭയങ്കര ഒരു രസകരമായ ഒരു സീൻ നമ്മൾ വന്ന ബസ്സിൽ നടന്നു. അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടോ? അത് എനിക്ക് താല്പര്യമുണ്ട്, നിനക്ക് താല്പര്യം? എനിക്കും താല്പര്യമുണ്ട്. പറഞ്ഞു. ഓക്കെ. ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നറിയില്ല. നീ പറ. ഗൈസ്, ഞാനും ഷാഹിനെ ഒരു സീറ്റിലിരിക്കുവായിരുന്നു. അമിത് അവൾക്ക് സൈഡ് സീറ്റ് വേണമായതുകൊണ്ട് അവള് സൈഡ് സീറ്റില് വേറൊരു സീറ്റിൽ പോയിരിക്കുവായിരുന്നു. അങ്ങനെ എൽസയും ആൻമരിയും ഓരോ സിംഗിൾസ് ആയിട്ട് ഇപ്പൊ വേറെ സീറ്റിലിരിക്കുവാണ്. അപ്പം അമിതയ്ക്കും ആൻമരിക്കും നല്ലൊരു പ്രത്യേകിച്ച് അങ്ങനെ മൈൻഡ് സെറ്റിലൊന്നും അല്ല, കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് സൈഡ് സീറ്റിന് വേണ്ടി ഒന്നും ഇല്ലാതെ അവർ സൈഡ് സീറ്റിന് വേണ്ടി പോയിരിക്കുന്നു. ബട്ട് വേറെ എൽസമേരിക്ക് യൂഷ്വലി നമ്മൾ ബസ്സിൽ പോകുമ്പോ കുറെ ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നിരിക്കുമല്ലോ, അങ്ങനെ. എസ്പെഷ്യലി എനിക്കും അലീനയ്ക്കൊക്കെ അങ്ങനത്തെ ഇന്റൻഷൻസ് ഉള്ളവരാണ്. പക്ഷെ എനിക്കങ്ങനെ ഇന്റൻഷൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ ഒന്നിരിക്കില്ല. അതല്ല, എനിക്ക് അങ്ങനത്തെ ഇന്റൻഷൻസ് ഉണ്ട് ഗൈസ്. പക്ഷെ ഞാനത് എനിക്ക് കുറച്ചുകൂടെ പക്ഷേ പ്രായമുള്ളവര് വരുമ്പോ എൽസമേര് കൈ അപ്പൊ എൽസയുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചെറുപ്പക്കാരെ കാണുമ്പോൾ അവൾ ആരെങ്കിലും അവളുടെ അടുത്ത് വന്നിരിക്കണം. അപ്പൊ സീറ്റിന്റെ അപ്പുറം ഇരുന്നിട്ട് ഇപ്പുറത്തെ സീറ്റിൽ കൈ വെച്ചേക്കുക. അപ്പൂപ്പന്മാര് വരുമ്പോ കൈ വെക്കും. ആരും ഇരിക്കാൻ അനുവദിക്കില്ല. ചെറുപ്പക്കാര് വരുമ്പോ കൈ വെക്കും. അങ്ങനെ അവള് കുറെ നേരം നോക്കിയിട്ട് ആരും വരുന്നില്ല. അവസാനം ബസ്സിൽ അനൗൺസ് ചെയ്തു എല്ലാവർക്കും സീറ്റ് വേണം. അപ്പൊ മാക്സിമം നമ്മുടെ ഓൺ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനൊക്കെ അയാളിങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പൊ എൽസമേരി സാധനമൊക്കെ എടുത്തു മാറ്റി സെറ്റായിരിക്കുക. ഒരാൾക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുക. അങ്ങനെ കുറെ നേരമായിട്ട് ആരും വന്നില്ല. ബട്ട് ആൻമേരി അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ബട്ട് ആൻമേരിയുടെ അടുത്ത് നല്ലൊരു സൂപ്പർ ചേട്ടൻ വന്നു. അവളോട് ക്രിസ്പ് വേണോന്ന് ചോദിച്ചു. പക്ഷെ അവള് ഒരു കമ്പനി ഉണ്ടാക്കാനൊന്നും നോക്കിയില്ല. അവള് മാന്യമായിട്ട് അവിടെ ഇരുന്നു. പക്ഷെ അടുത്തിരുന്ന ആ ചേട്ടൻ ഭയങ്കര കാണാനൊക്കെ നല്ല സുന്ദരനും ഭയങ്കര നല്ലൊരു എൽസ വലിയ ആഗ്രഹിച്ചിരുന്നു വന്നത് അപ്പൂപ്പൻ. ഐ മീൻ ഒരു ഹിന്ദിക്കാരൻ, ഒരു മധ്യവയസ്കൻ. അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ന് ബട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ അധികം ഉറങ്ങിയില്ല. കുറച്ചുനേരം കിടന്നുറങ്ങി. ബിക്കോസ് ഷാഹിന് പൂക്കറ്റി ഉറക്കായിരുന്നു, മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അമിത ഉറങ്ങിയോ? ഒട്ടും ഉറങ്ങില്ല. ഞാൻ ഉറങ്ങാൻ കുറെ ശ്രമിച്ചു. എനിക്ക് ലാസ്റ്റ് 3 nights കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കുറെ പാട്ട് കേട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കും. ഷാഹിനെയോ? ഞാൻ നന്നായി ഉറങ്ങി. ഒരു നീണ്ട ഉറക്കമായിരുന്നു. എനിക്കത് ഇഷ്ടായി. ഞാൻ ഇങ്ങനെ എനിക്ക് ബസ് കയറി ഉറക്കമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തുന്ന ഇഷ്ടമല്ല. എന്റെ ഉറക്കം തികയണം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബസ്സിൽ ഉറങ്ങാൻ താല്പര്യമില്ല. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണണം. പക്ഷെ രാത്രിയാണ്, ഒന്നും കാണാൻ പറ്റില്ല, സത്യമാണ്. എന്നാലും പക്ഷെ കൊച്ചിലൊക്കെ ഇല്ലേ, എനിക്കാണെങ്കിൽ രാത്രി യാത്ര ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അധികം ട്രാവൽ ചെയ്യുന്നല്ലോ. നടക്കുന്ന റോഡ് ഞാൻ ഇങ്ങനെ ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു പ്രാന്തിയായിരുന്നു പണ്ടൊക്കെ. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തോട് ആക്രാന്തം കാണില്ലേ. കൊച്ചിലൊന്നും അങ്ങനെ വലിയ സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല. കാണാൻ പറ്റുന്നു.
കൂടുതലും ഞാൻ ട്രാവൽ ചെയ്യുന്ന എന്താ വല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ദൂരെ കല്യാണമൊക്കെ വരുമ്പോ നമ്മള് വണ്ടിയിൽ പോകും. പിന്നീട്ട് ഒരു കല്യാണം ആകുമ്പോ കൊറേ ചടങ്ങില്ലേ ഇങ്ങനെ ഈ അടുക്കള കാണാൻ പോകുന്നു, അങ്ങനെ ചെറുക്കൻ്റെ പെണ്ണിന്റെ ഒക്കെ വീട് കാണാൻ പോകുന്നു. അതൊക്കെയായിരുന്നു എന്റെ വലിയ കൊച്ചിലത്തെ നീണ്ട യാത്രകൾ. അപ്പൊ പിന്നെ ആൾക്കാരെ എയർപോർട്ടിൽ കൊണ്ടുവിടുക, ഇതൊക്കെ അതാണ് എന്റെ പണ്ടത്തെ കൊച്ചിലൊക്കെ വലിയ യാത്രകളെന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അപ്പോഴാ കടലൊക്കെ കാണുന്നത് ജീവിതത്തിൽ. ബാപ്പ വിളിക്കാൻ പോകുമ്പോ എയർപോർട്ടിൽ പോകുമ്പോഴേക്കും അതെല്ലാവർക്കും സെയിം ആണെന്ന് തോന്നുന്നു നമ്മുടെ ചെറുപ്പത്തില്. ഞങ്ങളോ അതായത് വെട്ടത്തിൽ ഇത്ര നേരം നമ്മൾ ശരിക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാരും ഉറങ്ങിയ ഒരു മൂഡിലാണ്, പ്രാന്തി എളുപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്താണ് ഞങ്ങള് മൊത്തത്തിൽ എൻജോയ് ചെയ്തു. രാത്രി ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്യും? രാത്രി ഉറങ്ങുന്നില്ല എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ചെല്ലുന്നു, ഞങ്ങൾ കഴിക്കുന്നു, കുളിക്കണ്ടേ? നമ്മുടെ കയ്യിൽ പാഴ്സലുണ്ട്. ഓക്കെ, കഴിക്കുന്നു. വാട്ട് എൽസ്? എന്നിട്ട് ചിലപ്പോ കിടന്നുറങ്ങുന്നു. ഇല്ല, ഇതൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അതൊരു ഇടനാഴിയാണ്. നമുക്ക് നടക്കാനും നല്ല ഈ വഴിക്കൂടെ എനിക്ക് പോകുമ്പോ ഒരു പാട്ട് ഓർമ്മ വരും എപ്പോഴും. നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന തോളോട് തോൾ പോയിലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, നനഞ്ഞോടിൻ കുടക്കീഴിൽ നീ വന്ന നല്ലൊരു മൂവി അതല്ലേ? നല്ല മൂവി, നല്ല പാട്ടുകൾ. ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ ആ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അലിനൈജി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിന്റേജ് സിനിമകൾ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പഴയ മൂവീസ് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടം. പണ്ടൊക്കെയാണ് കാണുന്നത്, കാരണം നമുക്ക് സോഴ്സ് ഇല്ലല്ലോ വേറെ സിനിമ കാണാൻ. ഇപ്പൊ വീട്ടിലൊക്കെ ഒരു ദിവസം ഞാൻ പഴയ 5 സിനിമയൊക്കെ അമിത പഴയ സിനിമകളാണ്. ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളാ, എല്ലാം കാണും. എനിക്ക് പുതിയ സിനിമ പിന്നെ അലിനൈജിയുടെ കൂടെ ഉള്ളപ്പോ ഞാൻ എപ്പോഴും പഴയ സിനിമ. എനിക്ക് പഴയ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു പുതിയ. എനിക്ക് സത്യനന്ദിക്കാടിന്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടം. രസതന്ത്രം, സ്നേഹവീട്, അച്ഛന്റെ അമ്മയല്ല, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാ. സത്യനന്ദിക്കാടിന്റെ നൈസ് മൂവി. അതല്ല, അത് വേറെ. ടി പി ഗോപാലൻ എനിക്ക് തോന്നുന്നു അങ്ങനെയാന്ന് തോന്നുന്നു പേര്. അതായത് മോഹൻലാല് ഒരു MA കാരനായിരുന്നു. MA ആണോ സംതിങ്? അവൻ എഡ്യൂക്കേറ്റഡാ. അവൻ ജോലിക്ക് വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുന്നു, പക്ഷെ കിട്ടില്ല ജോലി. അവൻ എവിടെയോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാ. അപ്പൊ എന്തോ സമരം എന്തൊക്കെയോ വന്ന് അവന്റെ ജോലി പോകും. അപ്പം ശോഭനയുടെ വീട്ടിൽ എന്തോ സാധനം, ഈ റെപ്രസെന്റേറ്റീവുകൾ സാധനം വിൽക്കാൻ പോയില്ലേ, അങ്ങനെ വിൽക്കാൻ പോകുന്നതാ. ആദ്യം ഇവർ തമ്മിൽ ഇഷ്ടമല്ല, അവൻ പിന്നെ ഇഷ്ടപ്പെടും. പിന്നെ ഇവൻ കാരണം ഇവരുടെ എന്തോ കേസൊക്കെ നടക്കുമ്പോ ഇവന്റെ വീട് വിറ്റങ്ങാണ്ട് പൈസ എന്തോ കണ്ട് കൊടുക്കും ഇവളുടെ അപ്പന്. പിന്നെ ലാസ്റ്റ് അപ്പൻ ചതിക്കോ. മറ്റെപ്പോഴാണോ മറ്റേ ചോദിക്കാനും പറയാനും ആരെങ്കിലും? ഇത് കണ്ടിട്ടുണ്ട്, എനിക്ക് കഥ ഓർമ്മയില്ല. ചിലപ്പോ ഞാൻ കൊച്ചിലൊക്കെ ഇങ്ങനെ ചുമ്മാ ചറപറ നല്ല സിനിമ പോലും അറിയാതെ സിനിമ കാണുന്ന ഒരാളാണ്. ഷാഹിന പണ്ട് മഴയത്ത് മുൻപേ കണ്ടിട്ടാണ് എന്നോട് അത് കാണാൻ പറഞ്ഞത്. മുമ്പേ അതേ സിനിമ. മമ്മൂട്ടി, ശോഭന, ആനി. ഓ അത് സൂപ്പർ. റോസപ്പൂ ചമ്മന്തി. പണ്ട് കോളേജിൽ വന്ന് കണ്ടിട്ട് എന്നോട് കഥ ഇങ്ങനെ പറഞ്ഞു, കാണുന്നു പറഞ്ഞാൽ നല്ല സിനിമ. ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര സിനിമ പ്രാന്തിയായിരുന്നു കൊച്ചിലെ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനടുത്ത് ഇറങ്ങി മാറില്ല. അവധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ TV വേറെ ആർക്കും കൊടുക്കില്ല ഞങ്ങളുടെ വീട്ടില്. ഞാൻ അനിയത്തിമാരോടൊക്കെ ഭയങ്കര അച്ചുവിന്റെ അമ്മ, അത് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയാന്ന് തോന്നുന്നു. നൈസ് മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പണ്ടില്ലേ ആ സിനിമ കാണുമ്പോ എനിക്ക് നരയനോട് ഭയങ്കര വെറുപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ ആ ഉർവശിയുടെ അടുത്തുനിന്ന് അവളെ അടിച്ചു മാറ്റിക്കൊണ്ട് പ്രണയത്തിനൊക്കെ എതിരായിരുന്നു.
അങ്ങനെ എനിക്ക് നല്ല പാട്ടുണ്ട്. ഇഷ്ടമില്ല. ശ്വാസത്തിൻ നാളം മണിവിലറിയുമോ നന്നറിയുമോ മൗനത്തിൻ രാഗം മണിവീണയറിയുമോ അതിനാ മണിവീണയറിയുമോ. പ്രശ്നമാവും. അങ്ങനെയല്ല, രാത്രിയിൽ നമ്മള് പൂക്കാലം പൂന്തേൻ ചിന്തകയോ. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. ഇത് നൈറ്റില് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ശ്വാസത്തിൻ താളം പിന്നലറിയുമോ, പിന്നലറിയുമോ. ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്. വീണയറിയുമോ, ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് guys. വീണയറിയുമോ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളുടെ ബ്ലോഗ് അവസാനിപ്പിക്കണോ? നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തെ ദിവസത്തെ ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ നല്ല ടയേർഡായപ്പോ വീട്ടിൽ ചെന്നിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.